Hi friends, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മോളിവുഡിൽ 2024 വന്നിട്ടുള്ള സൂപ്പർ കാർസ് ഏതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോവാണ്. നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രി നോക്കിയാൽ തന്നെ ഒട്ടുമിക്ക ആൾക്കാർ വണ്ടിപ്രാന്തന്മാരാണെന്ന് പറയാം. നോർമൽ ആവശ്യത്തിന് വണ്ടി എടുക്കുന്ന പോലല്ല, അതുപോലത്തെ സ്പെഷ്യൽ കാസാണ് ഓരോരുത്തർ സ്വന്തമായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മമ്മൂക്കയാണ്. അതുപോലെ DQ. അതിൻ്റെ തൊട്ടുകാര്യം തന്നെ നമ്മുടെ രാജുവേട്ടനും വന്നിട്ടുണ്ട്. മോളിവുഡിൽ ആദ്യമായിട്ട് ലംബോർഗിനി ഇറക്കിയതൊക്കെ നമ്മുടെ രാജുവേട്ടനാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ രാജുവേട്ടൻ്റെ ഗരാജിലെ ലേറ്റസ്റ്റ് അഡീഷൻ ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം. പോർഷെ GT3 ടൂറിംഗ്. അതാണ് നമ്മുടെ പൃഥ്വിരാജ് റീസെന്റ് ഗരാജിൽ ആഡ് ചെയ്തിട്ടുള്ള വണ്ടി. 3.5 കോടി രൂപയോളാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പൃഥ്വിരാജിൻ്റെ വണ്ടികളൊക്കെ അത്യാവശ്യം പെർഫോമൻസ് വണ്ടികളാണ്. നമ്മൾ ലംബോർഗിനി ഫാൻ ആണെന്ന് വേണേൽ പറയാം. കാരണം ആദ്യം ഒരു ഹുറാക്കൻ കൊണ്ടുവന്നു, അതിനുശേഷം ഉറുസ് കൊണ്ടുവന്നു. ഇപ്പോൾ അദ്ദേഹം പോർഷയിലേക്ക് കയറിയിരിക്കുകയാണ്. അതിന്റെ പെർഫോമൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു 4 ലിറ്റർ 6 സിലിണ്ടർ എഞ്ചിനാണ് നമ്മുടെ പോർഷെ GT3 ടൂറിംഗിൽ വന്നിരിക്കുന്നത്. 503 bhp പവറും 470 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കുമാണ് അതിന്റെ എഞ്ചിൻ സ്പെക്ക് എന്ന് പറയുന്നത്. ഏകദേശം 3.4 സെക്കൻഡിൽ 0 to 100 എത്താൻ കഴിയുള്ള ഒരു കാറാണ് നമ്മുടെ പോർഷെ GT3 ടൂറിംഗ്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത മാനുവൽ വണ്ടിയാണ് പൃഥ്വിരാജ് സ്വന്തമാക്കിയിരിക്കുന്നത്. വണ്ടിപ്രാന്തനല്ലേ, മാനുവലോട്ടായിരിക്കും താല്പര്യം. ഏതായാലും പൃഥ്വിരാജ് അടുത്തതായിട്ട് എടുക്കാൻ പോകുന്ന വണ്ടി ഏതായിരിക്കും എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അടുത്ത ലക്ഷറി കാർ സ്വന്തമാക്കിയിരിക്കുന്നത് നമ്മുടെ ടൊവിനോ ആണ്. എല്ലാവർക്കും പ്രിയങ്കരനായ ടൊവിനോയുടെ കാർ കളക്ഷൻ നമ്മൾ കണ്ടുള്ളതാണ്. പണ്ട് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ബുള്ളറ്റിന് പെട്രോൾ അടിക്കുന്നതിന് കഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം കേട്ടിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം യൂസ് ചെയ്യുന്നത് ഓരോ ബ്രാൻഡ്സിന്റെ ഏറ്റവും ടോപ്പ് വേരിയന്റുള്ള കാസാണ്. അത്രത്തിലാണ് BMW XM റീസെന്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. XM ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള BMW കാറാണ് നമുക്കറിയാം. 3.2 crores ആണ് അതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതൊരു 4.4 ലിറ്റർ V8 എഞ്ചിൻ. കൂടാതെ ഒരു ഹൈബ്രിഡ് കാറാണ് നമ്മുടെ BMW XM എന്ന് പറയുന്നത്. അതിന്റെ ഫ്യൂൽ എഫിഷ്യൻസി കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 60 km/ലിറ്റർ ആണ് നിങ്ങൾക്ക് XM-ന്റെ മൈലേജ് പ്രതീക്ഷിക്കാവുന്നത്. പവർ ഒട്ടും മോശമല്ല. 643 പവറും അതുപോലെ 800 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോക്ക് വരുന്ന ഒരു 7 സീറ്റർ കാറാണ് BMW XM. അദ്ദേഹത്തിന്റെ ഗരാജിലെ മറ്റ് കാസും എല്ലാം ഇതുപോലത്തെ SUV-കളാണ് കൂടുതലുള്ളത്. പുള്ളിക്ക് SUV പ്രാന്തനാണ് പുള്ളി എന്ന് തോന്നുന്നു. അടുത്തതൊരു ആക്ട്രസ് ആണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് പോർഷെ 911 സ്വന്തമാക്കിയിട്ടുള്ള ഒരു ഫീമെയിൽ ആക്ടർ എന്ന് പറയുന്നത് മമത മോഹൻദാസ് ആണ്. അതൊരു പോർഷെ ഫാനാണ് നമുക്ക് വേണേൽ പറയാം. കാരണം മമത വീണ്ടും സ്വന്തമാക്കിയിരിക്കുന്ന ഒരു പോർഷെ കാർ തന്നെയാണ്. പോർഷെ ടൈക്കാനാണ്. ഒരു EV കാറാണ് മമത റീസെന്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. 482 bhp പവറും 650 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോക്കും വരുന്ന ഒരു ഇലക്ട്രിക് മോട്ടറാണ് നമ്മുടെ ടൈക്കാനുള്ളത്. കുറേ വേരിയൻസ് ഉണ്ട്. ഒരു 300 കിലോമീറ്റർ റേഞ്ച് ഒക്കെയാണ് ഇതിൽ പ്രതീക്ഷിക്കേണ്ട റേഞ്ച്. 300-350 ഒക്കെ മാക്സിമം നോക്കിയാൽ മതി. പിന്നെ പോർഷെയാണ്, അതിനനുസരിച്ചുള്ള ഓടിയിലായിരിക്കും എല്ലാവരും ഓടിക്കുന്നത്. അപ്പോൾ അത്ര റേഞ്ച് ഒക്കെ പ്രതീക്ഷയാണ് മതി. അടുത്തത് മനോജ് കെ ജയനാണ്. മനോജ് കെ ജയൻ ഒരു വണ്ടിപ്രാന്തനാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ഗരാജിലുള്ള മറ്റു വണ്ടികൾ ഏതാണെന്ന് എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം റീസെന്റ് ഒരു ഡിഫൻഡർ സ്വന്തമാക്കിയിട്ടുണ്ട്. 1.2 CR തൊട്ടാണ് ഡിഫൻഡറിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എത്ര വേണമെങ്കിൽ കയറ്റിക്കൊണ്ട് വരാം. ഡിഫൻഡർ എന്നുള്ളത് കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി തന്നെ ഒരു 10ൽ മുകളിൽ ഡിഫൻഡേഴ്സ് ആയിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നത്. അത്ര ഡിഫൻഡേഴ്സ് ആയിരുന്നു ആളുകൾ എടുത്തുകൊണ്ടിരുന്നത്. ഏതായാലും മനോജ് കെ ജയനും ഡിഫൻഡർ സ്വന്തമാക്കിയിട്ടുണ്ട്. അടുത്തത് ഐശ്വര്യ ലക്ഷ്മിയാണ്. ഐശ്വര്യ ലക്ഷ്മി ഒരു ഫെബ്രുവരി സമയത്താണ് ഒരു റേഞ്ച് റോവർ ഇവോക്ക് എടുക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് കാറാണ് ഇവോക്ക് എന്നുള്ളത്. ഒരു 87 lakhs ഒക്കെയാണ് അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും 2024 ഫസ്റ്റ് കാർ ഐശ്വര്യ ലക്ഷ്മി ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ഇപ്പോൾ ഒരു 2 ലിറ്റർ 247 bhp 430 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോക്കും വരുന്ന ഒരു എഞ്ചിനാണ് നമ്മുടെ ഇവോക്കിനുണ്ടായിരുന്നത്. ഒരു ഓൾ വീൽ ഡ്രൈവ് ഒക്കെയുള്ള വാഹനമാണ് ഇവോക്കിൻ്റെ ടോപ്പ് വേരിയന്റിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ. ഏതായാലും ഐശ്വര്യ ലക്ഷ്മി ഇവോക്ക് സ്വന്തമാക്കിയിരിക്കുന്നു. അതൊരു കാർ പ്രേമി ആണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും അടുത്തത് പറയാൻ പോകുന്നത് ഒരു കാർ പ്രേമി തന്നെയാണ് നമ്മുടെ ജയസൂര്യ റീസെന്റ് നമ്മുടെ റേഞ്ച് റോവർ സ്പോർട്ട് ഓട്ടോബയോഗ്രഫി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതും റേഞ്ച് റോവറിന്റെ ഒരു എക്സ്പെൻസീവ് കാർ തന്നെയാണ് സ്പോർട്ട്. ഇതിനൊരു 2.3 crores ഒക്കെയാണ് ഓൺ റോഡ് പ്രൈസ് വന്നത്. ഒരു 3 ലിറ്റർ V6 റേഞ്ച് റോവർ സ്പോർട്ടാണ് നമ്മുടെ ജയസൂര്യ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതൊരു ടർബോ ചാർജ്ഡ് ഡീസൽ എഞ്ചിനാണ്. 346 bhp പവറും 700 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോക്കുമാണ് ആ ഒരു വണ്ടിയുടെ സ്പെക്ക് പറയാനായിട്ട്. ഒരു 11 കിലോമീറ്റർ ഒക്കെ ഫ്യൂൽ എഫിഷ്യൻസി പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞ എല്ലാ വണ്ടികൾക്കും ഒരു 9 to 11 ആ ഒരു റേഞ്ചാണ്. പക്ഷേ നമ്മുടെ BM-XM-നാണ് 60 km/ലിറ്റർ ഫ്യൂൽ എഫിഷ്യൻസി ഉള്ളത്. പിന്നെ നമ്മുടെ ടൈക്കാനും. അപ്പം ഇത്രയും കാറാണ് റീസെന്റ് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നത്. വേറെ കുറേ കാസൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ രംഗണ്ണനും ഡിഫൻഡർ ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ വർഷമായിരുന്നു. ഡിഫൻഡർ 90 എന്നുള്ളത് ഭയങ്കര റയർ ആണ്. അത് നമ്മുടെ ഫഹദ് സ്വന്തമാക്കി. പിന്നെ നമ്മുടെ DQ-ന്റെ ഫെറാറി, അതാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് പറയാനുള്ളത്. പക്ഷേ കഴിഞ്ഞ വർഷമായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യാതിരുന്നത്. ഒരു ഫെറാറി 296 GTB ആണ് നമ്മുടെ DQ-ന്റെ ഗരാജിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഒരു 5.5 കോടി രൂപയോളം വിലയുള്ള ഏറ്റവും എക്സ്പെൻസീവ് കാർ നമ്മുടെ DQ-ന്റെ കയ്യിൽ തന്നെയാണ്. അതുപോലെ കുറേ കാസ് നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലിസ്റ്റിലെ ആരുടെ ബൈ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താഴെ നിന്ന് കമന്റ് ചെയ്യുക. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പുതിയതായിട്ട് മോളിവുഡിൽ വന്ന വേറെ കാസ് ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തേക്കുക. സോ അത്രയും കാസാണ് ഈ വർഷം 2024 നമ്മുടെ മോളിവുഡിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓക്കെ, കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ലിസ്റ്റിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈ ആരുടെയാണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. സോറി അതിലെ മെയിൻ സാധനം വിട്ടുപോയി. നമ്മുടെ ഷെയ്ൻ നിഗത്തിന്റെ മെർസിഡീസ് GLS 600 Maybach. അതാണ് ഈ കൂടുതൽ ഏറ്റവും വലിയ ലക്ഷറി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ലോകത്തിലെ ഏറ്റവും ആഡംബര വാഹന നിർമ്മാതാക്കളിലെ ഏറ്റവും കിടിലൻ ഒരു മോഡലാണ് നമ്മുടെ GLS 600 Maybach എന്നുള്ളത്. അത് നമ്മുടെ ഷെയ്ൻ നിഗം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 4.25 crores ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഒരു 8 സിലിണ്ടർ എഞ്ചിനാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ എഞ്ചിൻ സ്പെക്കിനെക്കാട്ടിൽ കൂടുതൽ ഇതിൻ്റെ അകത്ത് ലക്ഷറീസിനെ പറ്റിയാണ് ഏറ്റവും പറയാനുള്ളത്. അത് പറയാൻ ഒരു വീഡിയോ ഒന്നും മതിയാവില്ല. നമ്മൾ ഫീച്ചറുള്ള ഒരു Maybachയുടെ റിവ്യൂ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഫീച്ചേഴ്സ് എല്ലാം വിശദീകരിച്ച് പറഞ്ഞായിരിക്കും. ഇത് മിസ്സാക്കിയായിരുന്നാൽ നിങ്ങളെല്ലാവരും എന്നെ പങ്കാളിട്ടേരും.